ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഓഫാണ്. അപ്പോൾ ഒരു ഓഫ് ഡേയിലെ ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണ് എന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ജോബി ഇതുവരെ എണീറ്റിട്ടില്ല. ഇറ്റ്സ് ഓൾമോസ്റ്റ് 10 o'clock now. ഞങ്ങൾ നോർമലി ഭയങ്കര സ്ലോ ആയിട്ടാണ് ഈ വീക്കെൻഡ് ഡേയ്സ് കൊണ്ടുപോകുന്നത്. ബിക്കോസ് ഡെയിലി മൺഡേ ടു ഫ്രൈഡേ നമ്മൾ വർക്കിംഗ് ആയിരിക്കുമല്ലോ. അപ്പോൾ നേരത്തെ എണീറ്റ് പോകുന്നതല്ലേ. ഓൾമോസ്റ്റ് എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കട്ടൻ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. പഞ്ചസാര ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് മൊത്തവും പോയ്സണാണ് ഇടുന്നതെന്നായിരിക്കും പറയാൻ പോകുന്നത്. എനിവേസ്, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത്തിരി മധുരം വേണം. ഞാനാണെങ്കിൽ കുറച്ച് ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി. അപ്പോൾ വെറും വയറ്റിൽ ഇത് കഴിക്കുന്നത് നല്ലതാണ്. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നിങ്ങൾക്കറിയായിരിക്കുമല്ലോ. എനിക്ക് നോർമലി ബ്ലഡ് കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ ഡെയിലി അല്ല, മിക്കപ്പോഴും മറന്നു പോകും രാത്രി ഇടാനായിട്ട്. രാത്രി ഇട്ട് വെക്കുന്ന ദിവസമല്ല, രാവിലെ ഫസ്റ്റ് ഇതായിരിക്കും കഴിക്കുന്നത്. ചായക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇതിട്ടിട്ട് വേണം എനിക്കിന്ന് പോയി ജോബിനെ വിളിക്കാനായിട്ട്. ബിക്കോസ് ഞാൻ സ്വന്തമായിട്ട് ഈ ക്യാമറ വെച്ച് ഈ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യുന്നത് നല്ല കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ചായ ഇട്ട് കൊടുത്ത് സോപ്പിട്ട് ജോബിനെ വിളിച്ചിട്ട് ബാക്കി ജോബിനെ കൊണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് ഞാൻ ജോബിനെ വിളിക്കട്ടെ. ഇവിടെ ജോബി ഇന്നലെ കഴുകി വെച്ച പാത്രങ്ങൾ കുറച്ചിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് ഒതുക്കി വെക്കട്ടെ ഷെൽഫിൽ. അല്ലെങ്കിൽ ഇത് ഫുൾ ഇങ്ങനെ മെസ്ഡപ്പായിട്ട് കിടക്കും. ജൂബി ഇതുവരെ ഉറക്കമൊന്നും എണീറ്റിട്ടില്ല. ഞാൻ ചായയൊക്കെ കൊണ്ട് കൊടുത്തു, എന്നിട്ട് ഇതുവരെ എണീറ്റിട്ടില്ല. ഞാൻ എന്തായാലും ഇന്നലെ ദോശയ്ക്കുള്ള മാവ് ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. മാവ് നല്ലപോലെ പൊങ്ങിയിട്ടുണ്ട്. നിങ്ങളെ കാണിക്കാം. നിങ്ങൾക്ക് എന്നെ പോലെ തന്നെ ആണോ എന്ന് അറിയത്തില്ല, എനിക്ക് ഈ മാവൊക്കെ പൊങ്ങുന്ന കാണുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നും കേട്ടോ. ബിക്കോസ് ഇങ്ങനെ നല്ല നമ്മൾ ചെയ്ത് വെച്ചത് ഇങ്ങനെ ഫുള്ള് നന്നായിട്ട് വരുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, ആ ഒരു ഇത് തോന്നാറുണ്ട്. എനിക്ക് പിന്നെ ഒരു ടെൻഡൻസി ഉണ്ട് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കാനായിട്ട്, പൊങ്ങിയോ എന്നുള്ളൊരു ഇതിൽ. അപ്പോൾ എന്തായാലും മാവ് ഞാൻ കാണിച്ചു തരാം. നന്നായി പിന്നെ ദോശയും സാമ്പാറും ആക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി ബ്രഞ്ചാക്കിയായിരിക്കും ഇന്ന് കഴിക്കാൻ പോകുന്നത്. സാമ്പാർ വെക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഓൾറെഡി കട്ട് ചെയ്താൽ കിട്ടിയിരിക്കുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് വാഷ് ചെയ്യാം. എനിക്കറിയില്ലല്ലോ ഒരു വാഷ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അതായത് നമുക്ക് സാമ്പാർ വെക്കുന്നത് കാണിക്കാം. ഞാൻ ജോബിനെ പോയി വിളിച്ചിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് ഒറ്റയ്ക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് സാമ്പാർ എൻ്റെ സ്റ്റൈൽ കേട്ടോ, നിങ്ങളിങ്ങനെ ആയിരിക്കില്ല വെക്കുന്നത്. അപ്പോൾ എൻ്റെ സ്റ്റൈൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സാമ്പാർ സാധനങ്ങൾ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞാൻ സവാളയൊക്കെ കട്ട് ചെയ്തു. പൊട്ടാറ്റോ അതിലില്ലായിരുന്നു കേട്ടോ, സാമ്പാർ മിക്സിൽ മേടിച്ചതിൽ. അപ്പോൾ ഞാൻ പൊട്ടാറ്റോ സെപ്പറേറ്റ് അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടുണ്ട്. പച്ചമുളക് ഒന്നുമില്ല, അപ്പോൾ അതൊക്കെ ഇടണം. ഞാൻ ഇങ്ങനെ ടിഷ്യൂ പേപ്പർ ഇട്ട് പച്ചമുളക് കഴുകി ഉണക്കിയിട്ട് വെക്കാറുണ്ട്. അപ്പോൾ കേടാവാണ്ടിരിക്കും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ടിപ്പ് ട്രൈ ചെയ്യാം. ടിഷ്യൂ പേപ്പർ ഫുള്ള് ബോക്സിലിട്ടിട്ട് ഉണക്കി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് എടുത്തിട്ട് യൂസ് ചെയ്യാം. കറിവേപ്പിലയും സെയിം അതുപോലെ തന്നെ
ഉണക്കി ടിഷ്യൂ പേപ്പറിൽ വെക്കുകയാണെങ്കിൽ ഒരുപാട് കേടാവാണ്ടിരിക്കും. പിന്നെ ഐസ് ക്യൂബ്സിലൊക്കെ വെക്കുന്ന കുറേ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുവരെ അത് ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ വെക്കുന്നതെന്ന് പറഞ്ഞാൽ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് നല്ലപോലെ കഴുകി ഉണക്കി വെക്കും ആ ബോക്സിൽ തന്നെ. അപ്പോൾ അത്യാവശ്യം കേടുകൂടാണ്ടിരിക്കാറുണ്ട്. മോയ്സ്ചർ കണ്ടൻറ് ഉണ്ട് എങ്കിൽ പെട്ടെന്ന് കേടായി പോകും. കറിവേപ്പില സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിത് കഴുകി ഉണക്കി വെക്കാൻ പോവാം. ഈ വീക്കെൻഡൊക്കെ കിട്ടുമ്പോഴേ ഇതൊക്കെ ചെയ്ത് വെക്കാൻ പറ്റും. അല്ലാത്ത ദിവസം പോയിട്ട് വരുമ്പോൾ നല്ല ടയേർഡായിട്ടായിരിക്കും വരുന്നത്. ഇതിനകത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഫുള്ള് പൊയി കഴിയുമ്പോൾ വെയിലത്ത് കുറച്ച് നേരം വെക്കുക. ഒരു വട്ടം ഞാൻ വെയിലത്ത് വെച്ചിട്ട് എടുക്കാൻ വിട്ടുപോയി, ഫുള്ള് ഡ്രൈ ആയിപ്പോയി, കരിഞ്ഞു പോയി. കുറച്ച് നേരം വെയിലത്ത് വെക്കുവാണെങ്കിൽ വെള്ളം ഫുൾ പോവും. എന്നിട്ട് നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പം നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പുറത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. ഞാനപ്പോൾ എങ്ങനെ സാമ്പാർ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. സോറി, ജോബി ഇതുവരെ വന്നിട്ടില്ല, അപ്പോൾ എനിക്ക് ഇങ്ങനെ കാണിക്കാനേ വഴിയുള്ളൂ. സാമ്പാർ പരിപ്പ് ഞാൻ കുക്കറിൻ്റെ അകത്ത് ആദ്യം ഇടും. ഓക്കെ, അപ്പോൾ പരിപ്പ് വാഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പരിപ്പിൻ്റെ കൂടെ ഞാൻ സാമ്പാറിനുള്ള എല്ലാ സാധനങ്ങളും ഇട്ടു കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത്. പലതരത്തിൽ സാമ്പാർ വെക്കാറുണ്ട് എന്ന് എനിക്കറിയാം. എൻ്റെ ഒരു സ്റ്റൈൽ ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എല്ലാ പച്ചക്കറികളും ഇട്ടു. അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നിങ്ങൾക്ക് കുറച്ച് റെഡ് കളറാണ് വേണ്ടതെങ്കിൽ കുറച്ചധികം മുളക് പൊടി ചേർക്കുന്നതിൽ കുഴപ്പമില്ല. അതിനുശേഷം സാമ്പാർ പൊടി കുറച്ച് ഞാൻ ഇതിൻ്റെ അകത്ത് ചേർത്തു. എന്നിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് വിസിലടിക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ വിസിൽ റിമൂവ് ചെയ്തിട്ട് നമ്മൾ താളിച്ച് ഒഴിക്കില്ലേ, നോർമലി ചെയ്യുന്നത് പോലെ ജസ്റ്റ് കടുക് വറുത്ത് അതിൻ്റെ അകത്ത് ഉണക്കമുളകും കുറച്ച് ചെറിയ ഉള്ളിയും അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സാമ്പാർ പൊടി ചേർക്കാറുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് മിക്സ് ചെയ്യും. പിന്നെ കറിവേപ്പില, മല്ലിയില, ഇത്രയാണ് ചേർക്കുന്നത്. കുറച്ച് നേരം അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഫ്ലേവേഴ്സ് എല്ലാം ഇറങ്ങി സാമ്പാർ സെറ്റാവും. ഫൈനലി ജോബിയുടെ കണ്ണ് തുറന്നിട്ടുണ്ട് ഗൈസ്. കണ്ണ് തുറന്നപ്പോൾ തന്നെ സ്കൂളിൽ നിന്ന് എന്തോ പണി വന്നിട്ടുണ്ട്. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുക. ഫ്രിഡ്ജിലുള്ള കംപ്ലീറ്റ് സാധനങ്ങളും മാറ്റിയിട്ടുണ്ട് ഗൈസ്. ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യണം. കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അതങ്ങ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ദോശ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല. ഓൾമോസ്റ്റ് 12 ആയി. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി ബ്രഞ്ചാക്കിയായിരിക്കും കഴിക്കുന്നതെന്ന്. അതുപോലെ തന്നെ ആയിട്ടുണ്ട്. നല്ല ദോശ മാവ് സെറ്റായിട്ടുണ്ട് ഗൈസ്. മിക്ക ടൈമിലും ഫസ്റ്റ് ദോശ ഇടുമ്പോഴത്തേക്ക് ഫ്ലോപ്പ് ആവുകയാണ് പതിവ്. പക്ഷേ ഇന്ന് നന്നായിട്ട് വന്നിട്ടുണ്ട്. ജോബി അങ്ങനെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ദോശയും സാമ്പാറും കഴിച്ചു. നല്ലതായിരുന്നു കേട്ടോ സാമ്പാറും ദോശയായിട്ട്. പിന്നെ കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തു. ലൈക്ക് കുറച്ച് റീൽസൊക്കെ കണ്ടു, ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ വീക്കെൻഡിൽ നോർമൽ കുറച്ച് പണികളൊക്കെ ചെയ്തു. തുണിയൊക്കെ വിരിച്ചു. പിന്നെ ബാൽക്കണിയൊക്കെ ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. കുറച്ച് മെസ്ഡപ്പൊക്കെ ആയിട്ട് കിടന്നത്, അതൊക്കെ ജോബി ക്ലീൻ ചെയ്തു. ജോബി അങ്ങനെ ഇവിടെ ഫുൾ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഗൈസ്. ഫുൾ ക്ലീൻ ആക്കി ചെടിയൊക്കെ ഇങ്ങോട്ട് അറേഞ്ച് ചെയ്തു. ജോബി ബാൽക്കണിയൊക്കെ ക്ലീൻ ചെയ്ത ടൈം കൊണ്ട് ഞാൻ പാത്രമൊക്കെ കഴുകി. ബാക്കി കുറച്ച് തുണിയും കൂടെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകാനായിട്ടിട്ടു. അപ്പോൾ ഇനി അതും കഴുകി കഴിയുമ്പോഴത്തേക്ക് വിരിക്കണം. ഇനി ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് പള്ളിയിൽ പോകുന്നു. സൺഡേ അല്ലേ. വൈകിട്ടായിട്ടും ചൂടിന് കുറവൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്ന് പള്ളിയിൽ പോയി. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.